ഹലോ ഡിയർ സ്റ്റുഡൻസ്. സോ S2 എക്സാം എഴുതാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ നിങ്ങൾ പരീക്ഷ എഴുതണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഫുൾ ആയിട്ട് കേൾക്കുക, വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, അത് പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്താലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഏതൊരു എക്സാം എഴുതുമ്പോഴും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ടൈം മാനേജ്മെന്റ് ആണ്. നമുക്ക് എത്ര സമയം എക്സാം എഴുതാനുണ്ട്, അതിൽ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യണം എന്നുള്ള ഒരു എയിമിലായിരിക്കണം നമ്മൾ എക്സാം ഹാളിൽ കയറേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എടുത്തു, ആ ക്വസ്റ്റ്യൻ എടുത്ത് നമ്മൾ അത് എഴുതാൻ നോക്കി, പക്ഷെ പകുതി വെച്ചിട്ട് നമ്മൾ സ്റ്റക്കായി, വീണ്ടും അത് തന്നെ ആലോചിച്ചിരുന്നു. അങ്ങനെ കുറെ സമയം പോയി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് വേണ്ടി നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ഒരു ചോദ്യം നീറ്റായിട്ട് എഴുതാൻ നമുക്ക് പറ്റില്ല. പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ മിക്കവാറും അത് പ്രോബ്ലത്തിലൊക്കെ ആയിരിക്കും. ഒരു പ്രോബ്ലം എഴുതി പകുതി വഴി വെച്ച് നിന്നു, പിന്നെ അത് ആലോചിച്ച് അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്ന കുറെ പേരുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, പല പല കുട്ടികളും എക്സാം എഴുതി കഴിഞ്ഞ് വന്നിട്ട് പറയും, അയ്യോ മിസ്, ഈ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ ടൈം മാനേജ്മെന്റ് ശരിയല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ആയിട്ടൊന്ന് നോക്കുക, അതായത് സ്കാൻ ചെയ്യുക നമ്മൾ. ഓക്കെ, ഫുൾ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കുക. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമ്മൾ പഠിച്ച ലെവൽ വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ഈസി, മോഡറേറ്റ്, ഹാർഡ് എന്നുള്ള രീതിയിലായിരിക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അപ്പൊ നമ്മൾ ഈസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കറക്റ്റ് ഓർഡറിൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാം. ഓരോ ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ നമ്മൾ നോക്കുക നമ്മുടെ എത്ര ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് എത്ര എഴുതാനുണ്ട്. അപ്പൊ അതിനനുസരിച്ച് കുറച്ച് ഫാസ്റ്റ് ആക്കണമെങ്കിൽ ഫാസ്റ്റ് ആക്കാം. അതേപോലെ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റത്തേക്ക് വെക്കാം. അങ്ങനെ പ്ലാൻ ചെയ്യാം. ഒരു മോഡറേറ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറിയുന്നത് ഉണ്ടാവും, കുറച്ച് അറിയാത്തത് ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കുക. ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്യുന്നത്. ഇനി ഭയങ്കര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് വിചാരിക്കാം, നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് വളരെ കുറച്ചുള്ളെങ്കിൽ എന്തായാലും നമ്മൾ അത് ആദ്യം എഴുതും. ബാക്കിയുള്ള ചോദ്യങ്ങൾ എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ വായിച്ചിരിക്കണം. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നമുക്ക് അറിയാവുന്ന രീതിയിൽ മാക്സിമം നമുക്ക് തന്നിട്ടുള്ള ടൈം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. ഒരു ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അറിയണത് മാത്രം എഴുതിയിട്ട് മിണ്ടാതെ എക്സാം കഴിയണ വരെ അവിടെ മിണ്ടാതിരിക്കുക. അങ്ങനെ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് അറിയാവുന്ന കാര്യം നിങ്ങൾ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ആൻസർ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ എക്സാം നടക്കുന്ന ഒരു ടൈം എന്നുള്ളത് നിങ്ങൾക്കുള്ള ടൈമാണ്, അത് പ്രസന്റ് ചെയ്യാനുള്ള ടൈമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവിടെ എഴുതി വെക്കാം. ഓക്കെ, ചിലപ്പോൾ ഫൈനൽ ആൻസർ വരെ നിങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എഴുതുന്ന സ്റ്റെപ്സിന് ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങളുടെ സമയത്തെ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. സമയം വേസ്റ്റ് ചെയ്യാതെ ആ എക്സാം ഹാളിൽ ഉള്ള ടൈം മാക്സിമം നിങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ക്ലിയർ? ഇനി എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ആയിട്ട് നിങ്ങൾ ഒന്ന് റീഡ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുക. കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി ഓർഡർ ഓഫ് ആൻസറിങ്. ഈ ഓർഡർ ഓഫ് ആൻസറിങ് പല കുട്ടികളും പല രീതിയിലാണ് ചെയ്യാം. ചിലര് കൃത്യമായിട്ട് ഫസ്റ്റത്തെ പാർട്ട് എ എഴുതും, പിന്നെ പാർട്ട് ബി കറക്റ്റ് എങ്ങനെയാണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത് ആ ഓർഡർ. ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഏറ്റവും നീറ്റ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ അതാണ്. പക്ഷെ എപ്പോഴും എല്ലാവർക്കും അങ്ങനെ എഴുതാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല ടഫ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും അറിയില്ല. അപ്പൊ അറിയുന്ന ചോദ്യങ്ങൾ ആദ്യം എഴുതുന്നതല്ലേ നല്ലത് എന്ന് പലരും ചിന്തിക്കും. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നിങ്ങൾ എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോകാതെ കൃത്യമായി പാർട്ട് എ ആണോ പാർട്ട് ബി ആണോ എഴുതുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതേപോലെ ചിലർക്ക് സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ബിയിൽ ഓപ്ഷൻസ് ഉണ്ടാവും, ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോ ഇത് ശ്രദ്ധിക്കാതെ ചിലപ്പോ ഒരു മോഡ്യൂളിലെ തന്നെ 2 ഓറ്, ഒന്ന് ആദ്യം എഴുതിയിട്ടുണ്ടാവും, ഒന്ന് അവസാനം എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, ഒരെണ്ണത്തിനെ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഈ നമ്മളിങ്ങനെ ജസ്റ്റ് അവിടുന്നും ഇവിടുന്നും ഒക്കെ എഴുതുന്ന സമയത്ത്
സംഭവിക്കുന്ന ചില മിസ്റ്റേക്സ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്തിട്ട് തന്നെ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ചിലർ പറയുന്ന ഒരു കാര്യമാണ് പാർട്ട് ബി ആദ്യം എഴുതി, കാരണം അതിനാണല്ലോ കൂടുതൽ മാർക്ക്. പാർട്ട് ബി ആദ്യം എഴുതിയിട്ട് പാർട്ട് എ എഴുതിയാലോ? അതിലും കുഴപ്പമൊന്നുമില്ല, കാരണം പാർട്ട് ബി നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ആദ്യം കോൺഫിഡന്റ് ആയിട്ട് എഴുതിയിട്ട് പിന്നീട് പാർട്ട് എ എഴുതിയാൽ മതി. ഇപ്പൊ പാർട്ട് എയിൽ കുറച്ച് മാർക്ക് വരുന്നതിന് നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ എടുത്താൽ മാർക്ക് നോക്കിയിട്ട് വേണം എപ്പോഴും നിങ്ങൾ ആൻസർ എഴുതാനായിട്ട്. അപ്പൊ 3 മാർക്ക് എഴുതുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാർക്കിന് എഴുതിയാൽ മതി. അതിന് നിങ്ങൾ ഒരു 10 മാർക്കിന് എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്കേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഓർഡർ ഓഫ് ആൻസറിങ്ങില് ഏറ്റവും നല്ലത് കറക്റ്റ് ഓർഡറിൽ എഴുതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മിക്സ് ചെയ്ത് എഴുതാം, പാർട്ട് എയും പാർട്ട് ബി. അതിൽ തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പാർട്ട് എ ബിയിൽ എഴുതി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് പാർട്ട് എയിൽ എഴുതി, പിന്നെ പാർട്ട് ബിയിൽ എഴുതി, അങ്ങനെ എഴുതാതെ പാർട്ട് ബി നിങ്ങൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ പാർട്ട് ബി എഴുതിയിട്ട് പാർട്ട് എ ആൻസർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ലാസ്റ്റ് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യണൊക്കെ സമയത്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ ഒക്കെ മാറി പോവാതെ ഇരിക്കാനൊക്കെ ഏറ്റവും നല്ലത് അങ്ങനെ ഒരു ഓർഡറിൽ എഴുതുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ എപ്പോഴും പോയിന്റ് ടു പോയിന്റ് ആയിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. കാരണം പോയിന്റ്സിനാണ് എപ്പോഴും മാർക്ക്. ഇതൊരു ടെക്നിക്കൽ സബ്ജക്റ്റ് ആണ്, നിങ്ങൾ ഒരു എസ്സേ അല്ല എഴുതുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എഴുതുന്ന പോയിന്റ്സിൽ ഇപ്പൊ നമ്മൾ മാക്സിമം പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതുക. അതിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ട്, ഇപ്പൊ എന്തെങ്കിലും ഇക്വേഷൻസ് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെഫിനിഷൻസ് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, എന്തെങ്കിലും ലോ നിങ്ങൾ എഴുതിയിട്ടുണ്ട്, തിയറംസ് എഴുതിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ മാക്സിമം ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഷീറ്റ് നോക്കുന്ന ആൾക്ക് ഈ കുട്ടിക്ക് കറക്റ്റ് ആയിട്ട് പോയിന്റ്സ് അറിയാം, മാർക്ക് വരും. ഫിഗേഴ്സും ടേബിൾസും ഒക്കെ വരയ്ക്കാനുണ്ടെങ്കിൽ നീറ്റ് ആയിട്ട് വരയ്ക്കുക. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സർക്യൂട്ടിന്റെ വർക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു മെഷീൻസിന്റെ വർക്കിംഗ് ഒക്കെ നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നീറ്റ് ആയിട്ട് ഫിഗർ വരച്ച് അതിന് ലേബൽ ചെയ്യാനുണ്ടെങ്കിൽ ലേബൽ ചെയ്യുക, മാർക്ക് ചെയ്യാനുണ്ടെങ്കിൽ മാർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് വരും. ഓക്കെ, മാർക്ക് ഇടാനായിട്ട് തോന്നും. അപ്പൊ അങ്ങനെ നമ്മള് ഫിഗേഴ്സ് കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് വരയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ കമ്പയർ, ഡിഫറൻഷിയേറ്റ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ടേബിൾ വരച്ചിട്ട് എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മാർക്ക് കിട്ടാനുള്ള മറ്റൊരു വഴിയാണ്. ഇനി പ്രോബ്ലംസ് ചോദിക്കുന്ന സമയത്ത് ഫോർമുല എഴുതുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതുക എന്നുള്ളതൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് അത് കൃത്യമായി മനസ്സിലായി, തന്നിട്ടുള്ള ഓരോ പാരാമീറ്റേഴ്സ് എടുത്ത് എഴുതി, ഇതിൽ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത് അത് എഴുതി, ആ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചു. ഫൈനൽ ആൻസർ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും മാർക്ക് കിട്ടാനുള്ള വഴികളാണ് ഇതൊക്കെ. ഓക്കെ, ഫോർമുലാസും ഇക്വേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതാം. പിന്നെ നമ്മൾ എന്തൊരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാലും ലാസ്റ്റ് എന്തായാലും അതിനൊരു യൂണിറ്റോ ഉണ്ടാവും അല്ലെ? യൂണിറ്റ് എഴുതാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് പോകും. നിങ്ങൾ എത്ര വലിയ ചോദ്യത്തിനാണ് ലാസ്റ്റ് ആൻസർ കണ്ടുപിടിച്ചിടുന്നുണ്ടെങ്കിലും യൂണിറ്റ് എഴുതാൻ മറന്നു കഴിഞ്ഞാൽ മാർക്ക് നഷ്ടപ്പെടും. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ചിലർക്ക് വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, അതായത് നിങ്ങൾ റഫ് ആയിട്ട് സൈഡിൽ ചിലപ്പോൾ ഒക്കെ ചെയ്തിട്ടുണ്ടാവും, അവിടെ നിന്ന് ഇങ്ങോട്ട് ഫൈനൽ ആൻസർ എടുത്ത് എഴുതുമ്പോൾ തെറ്റിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതേപോലെ ഞാൻ ടൈം മാനേജ്മെന്റിന്റെ സമയത്ത് പറഞ്ഞത് ഈ പ്രോബ്ലത്തിൽ പലർക്കും വരുന്ന ഒരു കാര്യമാണ്, ചിലപ്പോൾ പ്രോബ്ലം ചെയ്യും പകുതി വഴി വെച്ചിട്ട് നമ്മൾ സ്റ്റക്ക് ആവും, പിന്നെ വീണ്ടും അതിൽ തന്നെ ഇരിക്കും, അങ്ങനെ ആലോചിച്ചു ഇങ്ങനെ ആലോചിച്ചു കുറേ സമയം പോകുന്നത് അറിയില്ല, അവസാനം നമുക്ക് ആൻസറും കിട്ടില്ല, നമുക്ക് അറിയാവുന്ന മറ്റു ചോദ്യങ്ങൾ എഴുതാനും സമയം കിട്ടാതെയാവും. അപ്പൊ അങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കുറച്ച് സ്പേസ് വിട്ടിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എഴുതാം. ലാസ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ ആ ഫ്രീ ആയിട്ടുള്ളത് സ്ട്രൈക്ക് ചെയ്ത് വിടാം. ഓക്കെ, അങ്ങനെ ഫ്രീ ആയിട്ട് കുറെ സ്പേസ് ഇടയ്ക്കിടയ്ക്ക് വിടരുത്. നിങ്ങൾക്ക് എഴുതാൻ അവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ പിന്നീടേക്ക് നോക്കാം, റിവ്യൂവിന് വെച്ചിരിക്കുന്നതാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് എഴുതാൻ പറ്റുവാണെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ ആ ഭാഗം സ്ട്രൈക്ക് ചെയ്ത് വിടാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആൻസർ നമ്മൾ എഴുതിയിട്ട് തെറ്റിപ്പോയി എന്ന് വിചാരിക്കാം, അത് കുറെ എന്താ പറയാ ഒരു നീറ്റ് അല്ലാതെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെട്ടി കുത്തി ഒന്നും വെക്കരുത്. ഒറ്റ സ്ട്രൈക്ക് ചെയ്യുക, അതിന്റെ താഴെ ആൻസർ എഴുതുക. അതേപോലെ നമ്മൾ ഫൈനൽ ആൻസർ ഇപ്പോൾ ഒരു ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ഒരു നമ്പർ എഴുതി നിങ്ങൾക്ക് തെറ്റിക്കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ട് വീണ്ടും ആൻസർ എടുത്ത് എഴുതുക. അതാണ് ഏറ്റവും നല്ല. അല്ലെങ്കിൽ ഒരു നമ്പർ മാത്രം മാറ്റി അതിന്റെ മുകളിലായിട്ട് ചെറുതായിട്ട് എഴുതി അങ്ങനെയൊന്നും ചെയ്യാതെ ഫുൾ ആയിട്ട് സ്ട്രൈക്ക് ചെയ്യുക, താഴെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുതുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഫൈനൽ ആൻസേഴ്സ് നമ്മൾ എടുത്ത് എഴുതുമ്പോൾ അതൊന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് എപ്പോഴും നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മള് എത്ര പഠിച്ചാലും ആ സമയത്ത് എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ പ്രസന്റ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമുക്ക് മാർക്ക് കിട്ടുക. നീറ്റ് ആയിട്ടുള്ള പ്രസന്റേഷന് നമുക്ക് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ആൻസർ ഷീറ്റ് നിങ്ങൾ എപ്പോഴും ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം.
പിന്നെ എപ്പോഴും മാർക്ക് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ആൻസർ എഴുതുക. ഓക്കെ, ഓർ ക്വസ്റ്റ്യൻ വെറുതെ എഴുതി സമയം കളയാതിരിക്കുക. പലരും അങ്ങനെ ചെയ്താൽ രണ്ടെണ്ണത്തിന് മാർക്ക് കിട്ടില്ല, അങ്ങനെ ഒന്നും കിട്ടില്ല. നിങ്ങൾ ഒരു ചോദ്യം ഓർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനേ മാർക്ക് കിട്ടുള്ളൂ. മാർക്കിനനുസരിച്ച് മാത്രം എഴുതുക. അതായത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ട്രാൻസിസ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിസ്റ്ററിന്റെ മുഴുവൻ കഥയും ചരിത്രവും നമ്മൾ എഴുതേണ്ട കാര്യമില്ല. എന്താണോ ചോദിച്ചത് അത് മാത്രം എഴുതിയാൽ മതി, അതിനെ നമുക്ക് മാർക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പൊ അൺവാണ്ടഡ് ആയിട്ട് അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യാതെ ഇരിക്കാം. ഇനി എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. അതായത് എല്ലാവരും ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ എഴുതും, എല്ലാം കഴിഞ്ഞു, അവസാന നിമിഷം വരെ, അതായത് ലാസ്റ്റ് ബെൽ അടിക്കുന്നത് വരെ എഴുതി. അങ്ങനെയല്ല, നിങ്ങൾ ഒരു 5 മിനിറ്റ് മുമ്പ് നിങ്ങൾ എപ്പോഴും എക്സാം എഴുതുന്നത് നിർത്തണം. എന്നിട്ട് അതുവരെ നമ്മൾ എഴുതിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടത് കറക്റ്റ് ആണോ, ഫൈനൽ ആൻസർ എഴുതിയത് കറക്റ്റ് ആണോ, മാർക്ക് ചെയ്തത് കറക്റ്റ് ആണോ, അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ, അതിനു വേണ്ടി നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ആൻസർ ഷീറ്റ് കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ മാറി പോവാനും, ചിലപ്പോൾ നമ്മൾ റഫ് ആയിട്ട് ചെയ്തത് എടുത്ത് എഴുതിയത് മാറി പോവാനും, എന്തെങ്കിലും മാർക്ക് ചെയ്തത് മാറി പോവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ ഷീറ്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും, അല്ലെ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു തരത്തിലുള്ള മാൽ പ്രാക്ടീസും എക്സാം ഹാളിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. ജെന്യൂൻ ആയിട്ട് തന്നെ നിങ്ങൾ എക്സാം എഴുതുക. പിന്നെ അതേപോലെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ തന്നെ കൊണ്ടുപോകും. വേറൊരാളുടെ അടുത്ത് ചോദിക്കാൻ നിൽക്കുക, പെൻസിൽ അല്ലെങ്കിൽ ഈ സയന്റിഫിക് കാൽക്കുലേറ്റർ, ഇതൊക്കെ വേറൊരാളുടെ അടുത്ത് ചോദിക്കാനുള്ള ഇടവരുത്താതെ നിങ്ങൾക്ക് എക്സാമിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നിങ്ങൾ കയ്യിൽ കരുതി കൃത്യമായിട്ട് പോയിട്ട് എക്സാം എഴുതുക. അപ്പൊ എല്ലാവരും ഒരു ഫൈനൽ റിവിഷന്റെ ഒക്കെ ഒരു സമയത്തായിരിക്കും. നല്ല രീതിയിൽ തന്നെ റിവൈസ് ചെയ്യുക. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് റിവിഷൻ വീഡിയോസ് പോകുന്നുണ്ട്. ഇനി നമ്മുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഏതെങ്കിലും കോഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും സബ്ജക്ട് വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാം. ഈ റിവിഷന്റെ ഒക്കെ PDF മെറ്റീരിയലും അതിൽ അവൈലബിൾ ആണ്. സോ നല്ല രീതിയിൽ തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.